ശാരീരിക ബ്രഹ്മചര്യം സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കേ ഉള്ളൂ. അവിടെ ബ്രഹ്മചര്യത്തിന് പല തലങ്ങളുണ്ട്, വിവിധ തലങ്ങളുണ്ട്. ബ്രഹ്മണിയേവ ചരതീതി ബ്രഹ്മചാരി തസ്യ നിഷ്ഠ ബ്രഹ്മചര്യം എന്ന നിലയ്ക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ, അഭിന്ന വൃത്തിയിൽ, ബ്രഹ്മാത്മബോധത്തിൽ കഴിയുക എന്നുള്ളതാണ് പരമമായ ബ്രഹ്മചര്യം. അവിടെ സ്ത്രീ പുരുഷാദി ഭേദം ഇല്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. രണ്ട്, ബ്രഹ്മശബ്ദത്തിന് വേദമെന്ന അർത്ഥമെടുത്താൽ വേദം പഠിക്കുന്ന ജീവിതക്രമമാണ് ബ്രഹ്മചര്യം. അവിടെയും സ്ത്രീ പുരുഷാദി ഭേദകൽപ്പന ആവശ്യമില്ല. പുരുഷനും ബ്രഹ്മചര്യമുണ്ട്, സ്ത്രീക്കും ബ്രഹ്മചര്യമുണ്ട്. ഇനി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഗുരുസേവ ചെയ്യുക തുടങ്ങിയവയാണെങ്കിൽ അതിനും സ്ത്രീക്കും പുരുഷനും തുല്യ അധികാരമാണ്. അവിടെയും രണ്ടു പേർക്കും ബ്രഹ്മചര്യം ഒരുപോലെയാണ് ഈ തലങ്ങളിലൊക്കെ. എന്നാൽ ബ്രഹ്മചര്യത്തിൻ്റെ ഒരു തലമാണ് വീര്യരക്ഷണം എന്നുള്ളത്. വീര്യരക്ഷണം എന്നുള്ളത് ബ്രഹ്മചര്യത്തിൻ്റെ ഒരു തലമാണ്. ആ ദൃഷ്ടിയിലാണ് ശാരീരിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അത് സ്ത്രീയെ സംബന്ധിച്ചില്ല. സ്ത്രീയെ സംബന്ധിച്ച് വീര്യം എന്നൊന്നില്ല. പുരുഷനെ സംബന്ധിച്ച് മാത്രമാണ് വീര്യം എന്നതുള്ളത്. പുരുഷനില്ല, സ്ത്രീക്കില്ല. സ്ത്രീയെ സംബന്ധിച്ച് അണ്ഡമാണുള്ളത്. അണ്ഡം അവളുടെ നിയന്ത്രണത്തിലല്ല. അണ്ഡം ഒരു കൊച്ചു പെൺകുട്ടി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത്, അതായത് ഭ്രൂണമായിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അണ്ഡങ്ങളുണ്ടാവും. അത് ഇല്ലാതായി ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുന്ന സമയം, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 13 വയസ്സ് 14 വയസ്സ്, ഇപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 9 വയസ്സ് 10 വയസ്സ് എന്ന ഒരു സമയം എടുക്കാം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് 300 ചില്ലാൻ അണ്ഡങ്ങളായി കുറയും. ലക്ഷക്കണക്കിനുണ്ടായിരുന്നത് എണ്ണം കുറഞ്ഞ് 300 ചില്ലാൻ അണ്ഡങ്ങളായി കുറയും. ഈ 300 ചില്ലാൻ അണ്ഡങ്ങൾ ഓരോ മാസവും പുരുഷ ബീജവുമായി സംയോജിക്കാത്ത പക്ഷം വിസർജിക്കപ്പെടും. അതാണ് ആർത്തവം എന്ന പ്രതിഭാസം. ചുറ്റുപാടുള്ള മ്യൂക്കസ് മെമ്പറൈനും അതുപോലെ അശുദ്ധമായ രക്തവും എല്ലാം ചേർന്ന് ഇത് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓവുലേഷൻ പീരീഡിൽ വീണ്ടും പുതിയ അണ്ഡം തയ്യാറായിട്ട് വരും. അതൊരു 14 ദിവസം കാത്തു കിടക്കും. ഭർത്താവിനെ കിട്ടാത്ത പക്ഷം അവളും കരഞ്ഞും കൊണ്ട് പുറത്തേക്ക് പോകും. ഇത് പ്രതിമാസം സ്ത്രീക്ക് സംഭവിക്കും. അപ്പം അണ്ഡവിസർജനത്തിൽ സ്ത്രീക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അത് സ്വാഭാവികമായി 300 ചില്ലാൻ അങ്ങ് കഴിയുമ്പോൾ അവളുടെ ആർത്തവം നിൽക്കുകയും ചെയ്യും. എത്ര പ്രായം നേരത്തെ തുടങ്ങുന്നുണ്ടോ അത്രയും വേഗം ആർത്തവ വിരാമം ഉണ്ടാവും. കാരണം പിന്നെ അണ്ടുണ്ടാവില്ലല്ലോ, ആകെ സ്ത്രീക്ക് നിശ്ചിത അണ്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അണ്ടവിസർജനത്തിൽ സ്ത്രീക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. എന്നാൽ വീര്യവിസർജനത്തിൽ പുരുഷന് നിയന്ത്രണം ഉണ്ട്. വീര്യം എന്നത് പുരുഷനേ ഉള്ളൂ, സ്ത്രീക്കില്ല. അണ്ടത്തെ ആരും വീര്യമായിട്ട് ഗണിക്കാറില്ല. അതുകൊണ്ടാണ് ശാരീരിക ബ്രഹ്മചര്യം പുരുഷനേ ഉള്ളൂ എന്ന് പറയുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പറയണത്, അല്ലാണ്ട് വേറൊരു കാരണം കൊണ്ടല്ല. ഇതര ബ്രഹ്മചര്യങ്ങളൊക്കെ തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യമാണ്. വീര്യരക്ഷണം എന്നുള്ളത് പുരുഷന് മാത്രമുള്ളതാണ്, അത് സ്ത്രീക്കുള്ളതല്ല. അതുകൊണ്ടാണ് അത് സ്ത്രീക്ക് ശാരീരിക ബ്രഹ്മചര്യം ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അസംഭോഗോ ജരാസ്ത്രീണാം അതിഭോഗോ നരസ്യച എന്ന് പറയാറുണ്ട്.
അസംഭോഗോ ജരാസ്ത്രീണാം, സംഭോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് ജരയാണ്. അതിഭോഗോ നരസ്യച, അതിഭോഗം ചെയ്യുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ച് ജരയാണ്. അവനൊന്നിനും കൊള്ളാണ്ടായിപ്പോവും. അതിഭോഗം പുരുഷൻ്റെ മുഴുവൻ ശക്തിയെയും ധാതുശക്തിയെയും നശിപ്പിച്ച് അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കും. എന്നാൽ സംഭോഗമില്ലായ്മ സ്ത്രീയെ ജരയുള്ളവളാക്കും. സ്ത്രീ നല്ല യുവത്വത്തോടു കൂടി ശക്തിയോടുകൂടി ഇരിക്കണമെങ്കിൽ അവൾക്ക് സംഭോഗം ആവശ്യമാണ്. പുരുഷന് നേരെ തിരിച്ചാ, പുരുഷന് സംഭോഗമില്ലായ്മ അവനെ നല്ല ഓജസ്സുള്ളവനാക്കി തീർക്കും. ശ്രദ്ധിക്കുക.